ഹലോ, അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പം ഇന്നൊരു നാടൻ ഫുഡാണ് കേട്ടോ. മത്തൻ്റെ ഇല താളിച്ചത്, ഉണക്കമീൻ പൊരിച്ചത്, മുളക് ചമ്മന്തി. ഇപ്പോൾ പണ്ടത്തെ ഒരു മുളക് ചമ്മന്തി എല്ലാം ആണ് കേട്ടോ ഇന്ന്. അപ്പം നമുക്ക് മീനും ഇറച്ചിനെക്കാട്ടി നല്ലത് ഇങ്ങനെയെല്ലാം കറി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മത്തൻ്റെ ഇല താളിക്കാൻ ചട്ടിയിലാണ് താളിക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ട് മൂപ്പിച്ച് വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം മത്തൻ്റെ ഇല താളിക്കുമ്പോൾ, പിന്നെ ചീര താളിക്കുമ്പോൾ, പിന്നെ മുരിങ്ങൻ്റെ ഇല താളിക്കുമ്പോൾ എല്ലാം കഞ്ഞിവെള്ളം വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. മത്തൻ്റെ ഇല ഇട്ടുകൊടുത്ത് തളിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു. ഖത്തറിൽ ഉള്ളവർക്കാണ് ഈ മത്തൻ്റെ ഇല വേണമെങ്കിൽ പിന്നെ ഓൾഡ് എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ലൊക്കേഷനെല്ലാം ഞാൻ പറഞ്ഞ് കറക്റ്റ് തരാം. മത്തൻ്റെ ഇല നല്ല തണ്ടോടുകൂടി ഇളയ ഇല അവിടെ കിട്ടുന്നുണ്ട്. മത്തൻ്റെ ഇല മാത്രമല്ല കേട്ടോ, എല്ലാ ഇല ഫ്രഷോടെ എല്ലാ പച്ചക്കറിയും കടയിലുണ്ട്. അവിടെ പച്ചക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഉള്ളത് എടുത്തതാണ്. കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി പിന്നെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അതങ്ങനെ ആവട്ടെ. അപ്പം നമ്മൾ ഉണക്കമീൻ പൊരിക്കുക. നല്ല തെരണ്ടിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊടുന്നത്. ഉണക്കലെല്ലാം പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് എന്താക്കുക, തെരണ്ടി ഇട്ട് കൊടുക്കുക. തെരണ്ടി ഞാൻ മുളകും പൊടി ഒന്നും ഇട്ടിട്ടില്ല. തെരണ്ടി അങ്ങനെ വറക്കുന്നതാണ്. അതിൽ പച്ചമുളക് ചീന്തിയിടണം കേട്ടോ. നല്ല രസമാണ്. അത് വെളിച്ചെണ്ണയിൽ തന്നെ ആകണം, എന്നാലേ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡെല്ലാം ഇങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, പച്ചമുളക് ഇങ്ങനെ ഒന്നൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കല്ലേ നമ്മളിങ്ങനെ നാടൻ ഫുഡെല്ലാം ഇല താളിച്ചത്, ഉണക്കൽ പൊരിച്ചത്, മുളക് പൊരിച്ചത്, പപ്പടം പൊരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്കൊരു ഉപ്പേരി ആയാലും ഞാൻ ചോറുന്നു, ചമ്മന്തി ആയാലും ഞാൻ തിന്നു. നല്ല മത്തൻ്റെ ഇല നല്ല തിളച്ച് നന്നായിട്ട് വേവണം കേട്ടോ. ഇതിൻ്റെ ആ വെള്ളം തന്നെ മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ കേട്ടോ. വേറെ ഒന്നും വേണ്ട. ആ കഞ്ഞിവെള്ളമല്ലേ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ ഉണക്കമീനെല്ലാം ഇവിടെ റെഡിയായി കേട്ടോ. ഉണക്കമീനല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും കാണുന്നില്ല. പ്ലീസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എല്ലാവരും കാണുന്നവരൊന്ന് പ്ലീസ് ലൈക്ക് അടിക്കണം കേട്ടോ. നല്ല ചോറുണ്ടാക്കി വെച്ചിന്. ഞാൻ നാളേക്കൊക്കെ കൂടിയുള്ള ചോറുണ്ടാക്കി വെച്ചതാണ്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ലാതെ. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് എന്താന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ എല്ലാം ആ സമയത്തെല്ലാം ആർക്കും ഇത് മറക്കാൻ പറ്റാത്തൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പം എൻ്റെ ഉമ്മയെല്ലാം ഒരുപാട് ഉണ്ടാക്കി തന്ന് വിശപ്പ് മാറ്റിയത്, ചോറിൻ്റെ കൂടെ വിശപ്പ് മാറ്റിയതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതാ മുളകും പൊടി, പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ, ഉപ്പ്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഇത് വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് പുളിയാണ്. പുളി ഇതെല്ലാവർക്കും അറിയാം, ഇതൊന്നും പെട്ടെന്ന് ആർക്കും മറക്കാൻ പറ്റില്ല കേട്ടോ. പുളി നമ്മൾ ഇങ്ങനെ ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ പുതർത്തിയതാണ്. കണ്ടില്ലേ,
ഇതാർക്കെങ്കിലും ഒന്ന് മറക്കാൻ പറ്റുന്ന, ഇത് എത്ര ആൾ കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ. ഈ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ താത്ത ഇത് വെറുതെ പറയുന്നല്ല. ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാ നോക്കണം. ഇതിൽ വേറൊന്നും നമ്മൾ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും ഇടൂല കേട്ടോ. പക്ഷെ അന്നല്ലേ നമ്മളെ ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ എൻ്റെ പൊന്നെ വായിന്ന് വെള്ളം വരുന്നു. അപ്പോൾ നമുക്ക് അധികം പണിയെല്ലാം കഴിഞ്ഞ് വന്നാൽ ചോറുണ്ടാവും, കറി ഉണ്ടാവില്ല. അപ്പം ഉമ്മ അറിയും മുളകും പൊടി അരുത്തി തരാമെന്ന്. എന്നിട്ട് ഒരു അരുതല ഇതൊക്കെ പുളി, ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് കഞ്ഞിയും വെള്ളം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ ഉപ്പെല്ലാം ഉണ്ടാകുന്ന നോക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ആക്കണം കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഇപ്പെല്ലാം എല്ലാവരും ഇത് ഒന്ന് വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുക്കൂ. അതേപോലെ ഇതിൽ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇടും, വലിയ ഉള്ളി ഇടുന്നവരുണ്ട്. ആദ്യം ഇതൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ചൂടുള്ള ചോറിൽ കുറച്ചും കണ്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കുക. എൻ്റെ പൊന്നെ, വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അന്നല്ലേ നമ്മളെ ഉമ്മ ഉണ്ടാക്കുമ്പോഴല്ലേ ഭയങ്കര ടേസ്റ്റാ. ഉമ്മാലോല് പെട്ടെന്ന് ഇതേപോലെ നല്ല രസമുണ്ട് കേട്ടോ. ഇതേപോലെ ആർക്കും ഉണ്ടാക്കുക, കറിയൊന്നും വേണ്ട. ഇതേപോലെ കണ്ട നല്ല രസമാണ്. ഈ ചമ്മന്തി തന്നെയാണ് ഇപ്പം എല്ലാവരും ഉള്ളിയെല്ലാം വാട്ടി അതിലെല്ലാം ഇടുന്നത്. പക്ഷെ പണ്ടത്തെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതന്നെ ചെയ്യണം കേട്ടോ. വെറും പുളിയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് കഞ്ഞിയും വെള്ളം. അതാ എൻ്റെ പൊന്നു മക്കളെ, പുളി അങ്ങനെ ഇടണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ പൊന്നു മക്കളെ, സത്യസന്ധമായിട്ട് പറയാം. ഞാൻ ചോറ് തിന്നാനായിട്ടില്ല കേട്ടോ. ചമ്മന്തി അരച്ചപ്പോൾ ചൂടുള്ള ചോറും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ എടുത്തു. നല്ല രസമുണ്ട്. ഇപ്പോൾ എത്ര ആൾ നമ്മളെ ഉമ്മമാർ ഞങ്ങളെ വയനാട്ടിലെല്ലാം അധികം, എൻ്റെ എല്ലാ പ്രായത്തിലും കേട്ടോ, ചെറിയ പ്രായത്തിലെല്ലാം അധികം ആൾക്കാരും നമ്മൾ കോളനിയാണല്ലോ, എസ്റ്റേറ്റ് പാടിയായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇപ്പം ഇതൊരു റൂമാണെങ്കിൽ ഒരു ചുമരിൻ്റെ ഇടയില്ല അടുത്ത റൂമുണ്ടാകും. അപ്പം എല്ലാവരും ഞങ്ങൾ മുന്നിൽ വാതിക്ക് ഇരുന്നിട്ട്, വാതിക്ക് ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മളെ പടിയില്ല. അപ്പം എല്ലാവരും ഉണ്ടാകും, കൂട്ടുകാരികളെല്ലാം. അപ്പോൾ ഓരോ ആൾക്കാർക്ക്, അധികം ആൾക്കാർക്ക് ഈ മുളക് വരുത്തിയത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കും എന്താണെന്ന് ചോദിക്കും, പറയും മുളക് വരുത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂട്ടത്തിലിരുന്ന്, അതെല്ലാം ഒരു ഓർമ്മകളാണ്. കൂട്ടത്തിലിരുന്നിട്ട് തിന്നും. നല്ല രസമാണ്. അപ്പം ഇന്നത്തെ ഫുഡ് ഇതാ മത്തൻ്റെ ഇല താളിച്ചത്, പിന്നെ ഉണക്ക തെരണ്ടി നാട്ടിൽ നിന്ന് കൊടുന്നതാണ്, അതും പച്ചമുളക് പൊരിച്ചതും പണ്ടത്തെ ഒരു ചമ്മന്തിയും. അപ്പം ഇങ്ങനെ കുഴക്കുക. കണ്ട ഇങ്ങനെ കുഴക്കുക. ഇങ്ങനെ തിന്നുക. ഈ ചമ്മന്തി തിന്നുന്നവർക്കും ഈ ചമ്മന്തി കൂട്ടി ഒരുപാട് ചോറ് തിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്.
കറണ്ട്